എല്ലാവർക്കും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെയിൻ വേവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രെയിൻ വേവ്സിനെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് നല്ല ഒരു മാനസികാവസ്ഥയിൽ എത്താനായി സാധിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും ഫീൽ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ന്യൂറോണുകൾ നമ്മുടെ ബ്രെയിനിലുണ്ട് എന്നാണ് പറയുന്നത്. ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ നമ്മൾക്ക് EEG ഇലക്ട്രോ എൻസെഫലോഗ്രാഫി വഴി മെഷർ ചെയ്യാനായി സാധിക്കും. വേവ് രൂപത്തിലുള്ള റിസൾട്ടാണ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ വേവ് എന്ന് പറയുന്നത്. ബ്രെയിൻ വേവിൻ്റെ ഫ്രീക്വൻസിയെ ഹെർട്സിലാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ശാന്തമായിരിക്കുമ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും ഒക്കെയുള്ള ബ്രെയിൻ വേവ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഉറങ്ങുമ്പോഴുള്ള ബ്രെയിൻ വേവിൻ്റെ ഫ്രീക്വൻസിയല്ല നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ളത്. 5 തരത്തിലുള്ള ബ്രെയിൻ വേവ് ആണുള്ളത്. ഗാമ, ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ. ഈ ഗാമ ബ്രെയിൻ വേവ് ആണ് ഫാസ്റ്റസ്റ്റ് ബ്രെയിൻ വേവ്. 30 ഹെഡ്സ് മുതൽ 80 ഹെഡ്സ് വരെ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. പല ബുക്കുകളിലും പല നോട്ടുകളിലും ഈ നമ്പറിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. സാധാരണ മനുഷ്യരിൽ ഗാമ വേവ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. സന്യാസിമാർ, ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ, ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്, ഇങ്ങനെയുള്ള ആളുകളിലാണ് ഈ ഗാമ ബ്രെയിൻ വേവ് കാണുന്നത്, ഈ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ബീറ്റ ബ്രെയിൻ വേവ് അത് 12 മുതൽ 31 ഹെഡ്സ് വരെ എന്ന് പറയുന്നു. നമ്മൾ സാധാരണ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലെ ബ്രെയിൻ വേവ് ബീറ്റ സ്റ്റേറ്റിലായിരിക്കും. ബോധപൂർവം ചിന്തിക്കുമ്പോഴെല്ലാം ഈ സ്റ്റേറ്റിലായിരിക്കും നമ്മൾ. അതായത് ഈ സമയങ്ങളിൽ കോൺഷ്യസ് മൈൻഡ് നല്ല പോലെ ഉണർന്നിരിക്കുമെന്നർത്ഥം. 12 മുതൽ 15 ഹെഡ്സ് വരെയാണ് ഫ്രീക്വൻസി എങ്കിൽ നല്ല ഫോക്കസോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എല്ലാത്തിലും നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഇതിനെ നമ്മൾ ലോ ബീറ്റ വേവ്സ് എന്നാണ് പറയുന്നത്. ഇനി മിഡ് റേഞ്ച് ബീറ്റ വേവ്സ് ഉണ്ട്. അത് 15 മുതൽ 20 ഹെഡ്സ് വരെയാണ്. ആ സമയത്ത് നമ്മൾക്ക് ചെറുതായി ആങ്സൈറ്റിയും സ്ട്രെസ്സും അനുഭവപ്പെടും. ഇനി ഹൈ ബീറ്റ വേവ്സിലാണെങ്കിൽ, അതായത് 18 മുതൽ അതിനേക്കാളും കൂടുതൽ ഒരു 31 ഹെഡ്സ് വരെയൊക്കെയാണ് എങ്കിൽ നമ്മൾക്ക് നല്ല സ്ട്രെസ്സ്, നല്ല ആങ്സൈറ്റി, ഭയങ്കരമായ ആങ്സൈറ്റി എല്ലാം അനുഭവപ്പെടും. ഹൈ എനർജിയുമായിരിക്കും ആ സമയത്ത്. അടുത്തതാണ് ആൽഫ ബ്രെയിൻ വേവ് എന്ന് പറയുന്നത്. ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുവാൻ സാധിച്ചാൽ അത് വളരെ കാമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതിലേക്ക് എത്താൻ സാധിക്കുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യവുമാണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ മൈൻഡ് പവർ ട്രെയിനേഴ്സൊക്കെ പറയാറുണ്ട്, ആൽഫ സ്റ്റേജിലേക്ക് വായൂ, നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരൂ, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യൂ. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ. ഈ ആൽഫ ബ്രെയിൻ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 മുതൽ 12 ഹെഡ്സ് വരെയാണെന്നാണ് പറയുന്നത്. ഈ സമയത്ത് കോൺഷ്യസ് മൈൻഡ് അത്രയ്ക്ക് അങ്ങ് ആക്റ്റീവായിരിക്കില്ല. ഈ പകൽക്കിനാവ് കാണുമ്പോൾ മൈൻഡും ബോഡിയൊക്കെ നല്ല റിലാക്സ് ആകുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്ത് ഒരു നല്ലൊരു റിലാക്സ് മോഡിലേക്ക് വരുന്ന സമയത്ത് ഒക്കെയാണ് ഈ ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ പൂർണ്ണമായി ഉറങ്ങിയിട്ടില്ല, ഉറക്കത്തിലേക്ക് ഇങ്ങനെയൊന്ന് വഴുതി വീഴുന്ന ആ സമയം, ഇതെല്ലാം ആൽഫ സ്റ്റേറ്റിലായിരിക്കും നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്താണോ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കിനാവ് കാണാം. ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക, മനസ്സിൽ അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണാം ഉറങ്ങാൻ പോകുന്ന സമയത്ത്. കാരണം നമ്മൾ ഇതിങ്ങനെ ആലോചിച്ച് കിടക്കുന്നതിനിടയിൽ നമ്മൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നമ്മുടെ മനസ്സ് ആൽഫ സ്റ്റേറ്റിലേക്ക് പോകുകയും ഇത് എന്ത് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ
നമ്മൾ ഉറക്കം ഉണരുന്ന സമയത്തും ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ ബ്രെയിൻ വേവ് പോകുന്നുണ്ട്. ആ സമയത്ത് അപ്പോൾ ഉണർന്ന ഉടനെയും നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ മനസ്സിൽ കാണാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് തീറ്റ ബ്രെയിൻ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 മുതൽ 8 ഹെഡ്സ് വരെയാണ്. നല്ല ഉറക്കത്തിലായിരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്നാലോ ആഴത്തിൽ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടും ഉണ്ടായിരിക്കില്ല. സ്വപ്നമൊക്കെ കാണുന്നത് ഈ തീറ്റ ബ്രെയിൻ വേവ് ആ സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്തായിരിക്കും. നല്ല ഡീപ്പായിട്ടുള്ള ഒരു റിലാക്സ് ആയിരിക്കുന്ന സമയത്തും നമ്മൾക്ക് തീറ്റ ബ്രെയിൻ വേവിലേക്ക് ആ സ്റ്റേറ്റിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കും. ഡീപ്പ് ആയിട്ടുള്ള റിലാക്സേഷനും പിന്നെ ഉള്ളിലേക്ക് നല്ല പോലെ ഫോക്കസ് ഇൻവേർഡ് ഫോക്കസ് നല്ല പോലെ ആയിരിക്കുന്ന സമയത്തും നമ്മൾ തീറ്റ ബ്രെയിൻ വേവ് ആ സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട്. അടുത്തതാണ് ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 മുതൽ 3 ഹെഡ്സ് വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി. നല്ല ആഴത്തിലുള്ള ഉറക്കം കിട്ടുന്ന സമയത്താണ് നമ്മൾ ഡെൽറ്റ വേവ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹീലിംഗ് നടക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് നല്ല ഉറക്കം കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഈ സമയത്ത് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നേ ഉണ്ടായിരിക്കില്ല. ശരീരത്തിലെ പ്രശ്നങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് ഹീൽ ചെയ്യുന്ന സമയമാണിത്. അതുകൊണ്ട് നല്ല പോലെ ഉറക്കം എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഈ ബ്രെയിൻ വേവിനെ ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ബ്രെയിൻ വേവിനെ കൊണ്ടുവരും? നമ്മൾ നേരത്തെ പറയുണ്ടായി ആൽഫ സ്റ്റേറ്റ്, ആ ബ്രെയിൻ വേവ് ആൽഫ സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വേവിനെ ഈ ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം? പിന്നെ പറഞ്ഞു നല്ല ഉറക്കം കിട്ടുന്ന സമയം, അതായത് ഡെൽറ്റ ബ്രെയിൻ വേവ് ആകുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 ഹെഡ്സ് 0.5 മുതൽ 3 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ബ്രെയിൻ വേവ് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം ഹീൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഈ അവസ്ഥയിലേക്ക് നമ്മൾക്ക് എങ്ങനെ എത്തിപ്പെടാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ആൽഫ സ്റ്റേറ്റ് ബ്രെയിൻ വേവിലേക്ക് നമ്മൾ പോകും. ഇതിനായി നമ്മൾ എന്ത് ചെയ്താൽ മതി? ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. പല ചിന്തകളും ആ സമയത്ത് വന്നും പോയിക്കൊണ്ടിരിക്കും. ആ ചിന്തയുടെ പിന്നാലെ പോകാതിരുന്നാൽ മാത്രം മതി. ആ ചിന്തയുടെ പിന്നാലെ പോകാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ് നേരമൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മളൊരു ആൽഫ സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് നേരം മാത്രം ഒന്ന് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങുക. ഒരു നാപ്പ്, ഒരു ഉച്ചമയക്കം പോലെയുള്ളൊരു ഉറക്കം. 20 മിനിറ്റ് 30 മിനിറ്റ് അതിലും കൂടരുത്. അത്രയും സമയം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു റിലാക്സ്ഡ് മോഡിലേക്ക് വരികയും നമ്മുടെ ബ്രെയിൻ വേവ് ആൽഫ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബൈനറൽ ബീറ്റ്സ് കേൾക്കുക എന്നുള്ളതും നമ്മുടെ ബ്രെയിൻ വേവിനെ നമ്മൾക്ക് ആവശ്യമുള്ള ബ്രെയിൻ വേവിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ടെക്നിക്കാണ് ബൈനറൽ ബീറ്റ്സ് കേൾക്കുക എന്നുള്ളത്. ഈ ബൈനറൽ ബീറ്റ്സ് നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഡിഫറെൻ്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് 2 ചെവികളിൽ കേൾപ്പിക്കുക. കുറേ നേരം നമ്മളത് കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് ഇപ്പോൾ 10 ഹെഡ്സാണ് ആവശ്യമെങ്കിൽ, ഈ 10 ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ആൽഫ സ്റ്റേറ്റ് ആണല്ലേ. അപ്പോൾ 10 ഹെഡ്സാണ് നമ്മൾ ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100ൻ്റെയും 110 ഹെഡ്സുമുള്ള ബൈനറൽ ബീറ്റ്സ് കേൾക്കണം. അപ്പോൾ ഒരു ചെവിയിൽ 100 ഹെഡ്സും മറ്റേ ചെവിയിൽ 110 ഹെഡ്സും ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. ഇയർഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 100ൻ്റെയും 110 ഹെഡ്സുള്ള 2 ചെവിയിൽ മാറ്റി ഇങ്ങനെ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ ഈ ഫ്രീക്വൻസിയിലെ ഡിഫറൻസ്, അതായത് 10 ഹെഡ്സിലേക്ക് നമ്മുടെ ബ്രെയിൻ വേവ് മാറും. അപ്പോൾ നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ
ഏത് സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾക്ക് മാറേണ്ടതെങ്കിൽ, അതായത് ഡെൽറ്റയിലേക്കാണ് മാറേണ്ടതെങ്കിൽ എന്ത് കേൾക്കുക, ഡെൽറ്റ ബൈനറൽ ബീറ്റ്സ് കേൾക്കുക. ആൽഫയിലേക്കാണ് മാറേണ്ടതെങ്കിൽ ആൽഫ ബൈനറൽ ബീറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുക. കുറേ നേരം കേൾക്കുമ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.